ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ, ആരാധന ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന ആത്മാവിലാരാധന. ആരാധന ആരാധന യേശുവേ, ആരാധന. ആരാധന ആരാധന യേശുവേ, ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുകയും അനന്തമായി പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുളി ചെയ്തുകൊണ്ട് ആശ്വാസത്തിൻ്റെ സാന്നിധ്യമായി ഞങ്ങളുടെ മധ്യേ വസിക്കുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം എല്ലാം മറന്ന് അവിടത്തോടൊപ്പമായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ആരാധനയുടെ ഈ നിമിഷങ്ങളിൽ ആത്മനാഥനോടൊത്ത് അല്പസമയം ചെലവഴിക്കാൻ കിട്ടുന്നത് ഭാഗ്യമായി തന്നെ നമുക്ക് കണക്കാക്കാം. ജീവിതത്തിൻ്റെ തിരക്കേറിയ നിമിഷങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജീവിത വ്യഗ്രതകൾ നമ്മെ കീഴടക്കുമ്പോൾ നാഥനോടൊത്ത് അല്പസമയമായിരിക്കുമ്പോൾ ലഭിക്കുന്ന ആശ്വാസത്തിനായി, സമാധാനത്തിനായി ഈ ആരാധനയിൽ നമുക്കൊരുമിച്ച് പങ്കുചേരാം. അങ്ങേ സന്നിധിയിൽ അല്പനേരം ജീവിക്കുന്നത് മഹാഭാഗ്യമാണെന്നുള്ളൊരു തിരിച്ചറിവോടെ നമുക്കിവിടെ ആയിരിക്കാം. കർത്താവിൻ്റെ രൂപാന്തരീകരണ ദൃശ്യം നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച പത്രോസും യാക്കോബും യോഹന്നാനും ആ ദൃശ്യത്തിൽ അവർ പൂർണ്ണമായും ഇഴുകിച്ചേർന്നപ്പോൾ അതിൽ നിന്നും മാറിപ്പോകാൻ അവർ ആഗ്രഹിക്കാതെ കൂടാരങ്ങൾ നിർമ്മിച്ച് നമുക്കിവിടെ തന്നെ ആയിരിക്കാമെന്ന് കർത്താവിനോട് അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അതേ ശിഷ്യന്മാർ ഗത്സമനിയിൽ ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച സമയത്ത് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടും അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായതിൻ്റെ പേരിൽ അവരുറങ്ങിപ്പോയി എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമുക്കല്പസമയം തമ്പുരാൻ്റെ സന്നിധിയിൽ ഉണർന്നിരിക്കാം.
ഈ ഒരു സാന്നിധ്യം നമുക്ക് നൽകുന്ന സമാശ്വാസം നമുക്ക് സ്വീകരിക്കാം. 46-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വചനം നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. നമുക്കൊന്ന് ആവർത്തിക്കാം. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ദൈവത്തോടൊപ്പമായിരിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് ഏറ്റവും ശക്തിയേറിയ തുണയായും സങ്കേതമായും നമ്മോട് കൂടെയുണ്ട് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലേവ്യരുടെ പുസ്തകം 26-ാമത്തെ വചനം: ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. കർത്താവിൻ്റെ കൂടാരം ഇസ്രായേൽ ജനത്തിന് എന്തുമാത്രം അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ അടയാളമായി ഭവിച്ചുവോ അതേ തീവ്രതയോടെ ദൈവത്തിൻ്റെ കൂടാരം പരിശുദ്ധ കുർബാനയിലൂടെ പുതിയ നിയമ ജനതയ്ക്ക്, ക്രൈസ്തവ സമൂഹത്തിന് ശക്തിയായി കൂടെയുള്ള അനുഭവമാണ് നൽകുന്നത്. തിരുവോസ്തിയിൽ അവിടുത്തെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. എമ്മാവൂസിലേക്ക് യാത്രയായ ശിഷ്യന്മാരെ ലൂക്കാസ് സുവിശേഷകൻ തൻ്റെ 24-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ആ ശിഷ്യന്മാരുടെ യാത്രയിൽ അവർ മ്ലാനവദനരായിരുന്നു. പരസ്പരം തർക്കിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ യാത്ര ചെയ്തിരുന്നത്. അവരുടെ കൂടെ യാത്ര ചെയ്ത, സഞ്ചരിച്ച ഉത്തിതനായ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവിടുത്തെ വചനം അവരിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ, അവിടുത്തെ തിരുസാന്നിധ്യം അപ്പം മുറിക്കലിലൂടെ അനുഭവിക്കാൻ ഇടയായപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട്, ഈ നാഥനോടൊത്ത് ഞങ്ങൾ വസിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. മാനെ നോബിസ്കും ഡോമിനെ, ലോർഡ് പ്ലീസ് അബൈഡ് വിത്ത് us, ഞങ്ങളോടൊപ്പം താമസിക്കൂ. ലെറ്റ് us സ്റ്റേ ഹിയർ, നമുക്ക് ഒരുമിച്ചായിരിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിനോടൊപ്പം നമുക്കും ഈ സമയമായിരിക്കാം. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ആശങ്കകളും വേദനകളും രോഗങ്ങളും എല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് കർത്താവിനോടൊപ്പം നമുക്കും ഉണർന്നിരിക്കാം. സങ്കീർത്തകൻ 42-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ഒരു ഭക്തൻ എപ്രകാരമാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്നൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. പ്രിയമുള്ളവരെ, ദൈവത്തിനായി ദാഹിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ സമയം നമ്മുടെ കുടുംബത്തെക്കുറിച്ച്
ഒരു വിചിന്തനം കൂടി നടത്താനായി ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുടുംബം അതെത്രമാത്രം നമുക്ക് പ്രിയപ്പെട്ടതാണ്. ആ കുടുംബത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. സ്നേഹം കൊണ്ട് ഒരു വീട് നമുക്ക് പണിയാം. ഈ ഈരടികളിലൂടെ പ്രാർത്ഥനാപൂർവം നമുക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഒന്ന് വിലയിരുത്താൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, സ്നേഹം കൊണ്ടൊരു വീടു പണിയാ. സ്നേഹമുള്ളവരെ, കുടുംബ ബന്ധത്തെക്കുറിച്ച് സഭയും സമൂഹവും വളരെ ഗൗരവമായി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഏറെ വിള്ളലുകൾ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയുന്നുണ്ട്. ദൈവം വിഭാവനം ചെയ്ത കുടുംബ ബന്ധങ്ങൾ എപ്രകാരം ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കുന്നുണ്ട് എന്ന് നാം പരിശോധിച്ചാൽ, ദൈവത്തോട് ചേർന്ന് ദൈവിക പദ്ധതികളോട് ചേർന്ന് കുടുംബജീവിതം നയിക്കുന്ന കുടുംബങ്ങളൊക്കെ സുഭദ്രമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ദൈവിക പദ്ധതികളിൽ നിന്ന് മാറിപ്പോകുന്നവര് തകർച്ചകളിലൂടെ അവരുടെ കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നതും നാം കാണുന്നുണ്ട്. ഞാനിന്ന് 2 കുടുംബങ്ങളെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിലെ ഒരു കുടുംബവും പുതിയ നിയമത്തിലെ ഒരു കുടുംബവും. പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ആദ്യത്തെ കുടുംബത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നുണ്ട്. ഏതാണെന്ന് നമുക്കൊക്കെ അറിയാം. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 26ഉം 27ഉം വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. 27-ാം വചനം, അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം സൃഷ്ടികർമ്മം നടത്തുമ്പോൾ സൃഷ്ടികർമ്മത്തിൻ്റെ 2 വിവരണങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം. അതിൽ ആദ്യത്തെ വിവരണത്തിൽ ദൈവം സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചുവെന്നും സൃഷ്ടിക്ക് ശേഷം ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചതായിട്ടും 1-ാം അധ്യായം പറയുന്നു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനായിട്ടുള്ളൊരു വിളിയായിട്ട്, സമൂഹ നിർമ്മിതിയിൽ പങ്കുവഹിക്കാനായിട്ട് ദൈവം കൃത്യമായ രീതിയിൽ ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ 18-ാമത്തെ വചനം മറ്റൊരു വിവർത്തനം, മറ്റൊരു വേർഷൻ നമുക്കറിയാം, മറ്റൊരു പാരമ്പര്യം സൃഷ്ടിയെക്കുറിച്ച് വിവരിക്കുമ്പോൾ അവിടെ ദൈവം
മനുഷ്യൻ്റെ ഏകാന്തത കണ്ടുകൊണ്ട് അവൻ ഏകനായിരിക്കുന്ന അന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീയെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ സൃഷ്ടികർമ്മത്തിലെ ദൈവം പുരുഷന് ചേർന്ന ഇണയായിട്ട് സ്ത്രീയെ സൃഷ്ടിച്ചു. രണ്ടുപേരോടുമായിട്ട് ദൈവം നൽകുന്ന വാഗ്ദാനത്തിൽ അവരോട് ആവശ്യപ്പെടുന്ന കാര്യം, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി കൃപ നിറഞ്ഞ ജീവിതം നയിക്കുക എന്നുള്ള ദൈവികമായ നിർദ്ദേശമാണ് അവർക്ക് നൽകിയത്. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഈ കുടുംബം ദൈവനിഷേധത്തിലൂടെ ദൈവവരപ്രസാദം നഷ്ടപ്പെടുത്തുകയാണ്. ദൈവകൽപ്പന അവർ ലംഘിക്കുകയാണ്. അവർക്കുണ്ടായ പ്രലോഭനം ദൈവത്തെ പോലെ ആകാനുള്ള സാത്താൻ്റെ പ്രലോഭനം. ആ പ്രലോഭനത്തെ അതിജീവിക്കാൻ കഴിയാതെ അവർ സാത്താൻ്റെ കെണിയിൽ നിബന്ധിക്കുന്നതായിട്ടാണ് നാം കാണുക. പഴയ നിയമത്തിലെ ആദ്യത്തെ കുടുംബത്തിന് സംഭവിച്ച ആ ഒരു ദുർഗതി, ദൈവഹിതത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ദൈവത്തെ പോലെ ആകാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടുകൂടെ സാത്താൻ്റെ കെണിയിൽ നിബന്ധിക്കുക എന്ന് പറയുന്ന വലിയ ദുരന്തമാണ് അവരെ വിഴുങ്ങിയത്. എന്നാൽ പുതിയ നിയമത്തിലെ കുടുംബമായ നസ്രത്തിലെ കുടുംബം, ആ കുടുംബം നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ആ കുടുംബത്തെ ദൈവം വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ ഒരുമിച്ച് ചേർത്തു. കുടുംബജീവിതത്തെക്കുറിച്ച് വിശുദ്ധ യൗസേപ്പ് പിതാവിനും പരിശുദ്ധ കന്യകാമറിയത്തിനും വ്യത്യസ്തമായ സ്വപ്നങ്ങളുണ്ടായിരുന്നെങ്കിലും ആ സ്വപ്നങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവിക പദ്ധതികളോട് സഹകരിക്കാനായി ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ആ കുടുംബത്തെ ദൈവത്തിൻ്റെ സ്വന്തം ഭവനമാക്കി തീർക്കാൻ ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹം നൽകുകയായിരുന്നു. എന്തായിരുന്നു ആ തിരുക്കുടുംബത്തിലുണ്ടായ പ്രത്യേകത? ആ തിരുക്കുടുംബത്തിൽ ദൈവത്തോട് വിധേയത്വം പുലർത്തുന്ന ഒരു കുടുംബമായിട്ട് അവർ മാറിയിരുന്നു. ദൈവിക പദ്ധതികളോട് പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു കുടുംബമായി ജീവിക്കാൻ അവർ തയ്യാറായിരുന്നു. അവിടെ കുടുംബത്തിൽ നീതിബോധമുള്ള ഒരു ഭർത്താവുണ്ടായിരുന്നു. അവിടെ ആ കുടുംബത്തിൽ കൃപ നിറഞ്ഞ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അവിടെ ആ കുടുംബത്തിൽ വിധേയത്വമുള്ള ഒരു മകനുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ആധുനിക കുടുംബ ബന്ധങ്ങൾ തകർച്ചയിലൂടെ നീങ്ങുന്നുണ്ടെങ്കിൽ തിരുക്കുടുംബത്തിലുണ്ടായ ഈ 3 സവിശേഷതകൾ നമ്മുടെ കുടുംബങ്ങൾക്ക് അന്യമായതുകൊണ്ടാണ് ഈ കുടുംബങ്ങൾ തകർച്ചയിലേക്ക് പോകുന്നത്. 2014-ലും 2015-ലും കുടുംബങ്ങളെക്കുറിച്ച് പ്രത്യേകമായ ഒരു അസാധാരണ സിനഡും ഒരു സാധാരണ സിനഡും ഫ്രാൻസിസ് പാപ്പ വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ സിനഡാനന്തര പ്രബോധന രേഖയായ അമോറിസ് ലെത്തീസിയ, സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്ന ആ പ്രബോധന രേഖയിൽ വളരെ കൃത്യമായി ഫ്രാൻസിസ് പാപ്പ ഇപ്പോഴത്തെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന സ്നേഹരാഹിത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കുടുംബങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, സ്നേഹത്തിൻ്റെ സന്തോഷം, അത് സഭയുടെ സന്തോഷമാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഈ ആരാധനയിൽ പങ്കുചേരുന്ന നമുക്ക് തമ്പുരാന്റെ സന്നിധിയിലിരുന്നു കൊണ്ട് ഒരു ആത്മപരിശോധന നടത്താനുള്ള സമയം കൂടിയാണിത്. ഞങ്ങളുടെ കുടുംബം ദൈവഹിതത്തിന് വിധേയപ്പെടുന്നൊരു കുടുംബമാണോ? അങ്ങനെയാണെങ്കിൽ ആ കുടുംബനാഥൻ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പോലെ നീതിബോധമുള്ള ഒരു ഭർത്താവായിട്ടാണോ ജീവിക്കുന്നത്? നീതിബോധമുള്ള ഭർത്താവ്. നീതി എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മൾ ഒത്തിരിയേറെ പഠിച്ചിട്ടുണ്ട്. ടു ഗിവ് ഈച്ച് വൺ ഹിസ് ഡ്യൂ. ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് നൽകുന്നതാണ് നീതി.
ആ നീതിബോധമുള്ള ഒരു ഭർത്താവിനെ പോലെ ജീവിക്കാൻ തയ്യാറാകുന്ന ഒരു പുരുഷൻ കുടുംബത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ദൈവകൃപയുടെ നീർച്ചാൽ ഒഴുകും. അവിടെ പരിശുദ്ധ അമ്മയെ പോലെ കൃപ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്ന ഒരു കുടുംബിനി ഭാര്യ അവിടെ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലും ദൈവാനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകൾ ഒഴുകും. ആ കുടുംബത്തിൽ വളർന്നു വരുന്ന മകൻ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് അനുസരണയോടുകൂടി ജീവിക്കുന്നൊരു മകളാണ് എന്നുണ്ടെങ്കിൽ ആ കുടുംബം ദൈവാനുഗ്രഹത്തിൻ്റെ കൃപ നിറഞ്ഞ അനുഭവത്തിൻ്റെ വലിയൊരു സങ്കേതമായിട്ട് മാറും. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ആരാധനയിൽ നാം പങ്കുചേരുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തന്നെ സമർപ്പിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്കുള്ള ഈ ഒരു വിശ്വാസം യേശു ക്രിസ്തുവിലുള്ള ദിവ്യകാരുണ്യ സന്നിധിയിൽ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ നാഥൻ്റെ മുൻപിൽ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രത്യേകം പാടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കി മാറ്റണമേ എന്ന് ദൈവഹിതത്തോട് ചേർന്നുകൊണ്ട് ദൈവിക പദ്ധതിയോട് സഹകരിച്ചുകൊണ്ട് ദൈവികമായ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിനായി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. The family prays together, stays together. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കുമെന്ന് നമ്മുടെ അനുഭവമാണ്. നമ്മുടെ വീടുകളിൽ ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളും പങ്കുവെക്കലിൻ്റെ സമയങ്ങളും ഒന്നിച്ച് ഭക്ഷിക്കുന്നതിൻ്റെ സന്തോഷങ്ങളും നിലനിർത്തിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കി മാറ്റാൻ പ്രത്യേകം നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മളോടൊപ്പമായിരിക്കുന്ന തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെല്ലാം ദൈവാനുഗ്രഹം നിറഞ്ഞ ഇടങ്ങളായി രൂപപ്പെടാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന. ദയാപരനായ കർത്താവേ, നസ്രത്തിലെ നിന്റെ വീടുപോലെ ശാന്തതയുടെയും സ്വസ്ഥതയുടെയും ഇരിപ്പിടമാകണേ എൻ്റെ വീട്. ശാന്തതയുടെയും സ്വസ്ഥതയുടെയും
ഇരിപ്പിടമാകണേ എൻ്റെ വീട്. ശാന്തതയുടെയും സ്വസ്ഥതയുടെയും ഇരിപ്പിടമാകണേ എൻ്റെ വീട്.